ബാങ്കിൽ വർക്ക് ചെയ്യുന്ന മെഡിക്കൽ കോളേജ് വർക്ക് ചെയ്യുന്ന ഏതാണ്ട് എൻ്റെ ഡയറക്ട് സെക്രട്ടറി ഈ മൈനത്തിൽ കൊണ്ടത് നിശാന്താണ്. ഒരു വർഷം സർക്കാർ സർവീസിൽ ഇരിക്കുന്ന സമയത്ത് നമുക്ക് സജീവമായിട്ട് ആംബുലൻസ് ചെയ്യുന്ന ഒരാളായിരുന്നു. ആംബുലൻസ് ഒരു പ്ലാറ്റിനായിരുന്നു. ഇപ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാ സൺഡേയും ഞാൻ വരാറുണ്ട്. വെൽനസ് മീറ്റിങ്ങിലും പ്ലാൻ പ്രസന്റേഷനും മഞ്ചേരി വരാറുണ്ടായിരുന്നു. ഒരു 3-4 തവണ ആംബുലൻസ് മീറ്റിംഗ് നിശാന്ത് സാർ ഇങ്ങനെ കയറി ഇരുന്നപ്പോൾ ഞാൻ അതേ ആംബേക്കാരാണ് വിളിച്ച് അതേ എന്നെ പിടിക്കാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. 5 വർഷത്തോളമായി. പക്ഷെ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, ഇതിൽ വന്ന് നോക്കിയപ്പോൾ ആംബയുടെ ഒരു 10 ആളുകൾ ഹോളിലൊക്കെ കണ്ടപ്പോൾ ഈ കമ്പനി വർക്ക് ചെയ്യണം, എനിക്ക് പരസ്യമായിട്ട് ചെയ്യാൻ പറ്റും. ആംബെ കുറഞ്ഞ ആളുകൾ രഹസ്യമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. പരസ്യമായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ എനിക്ക് റിട്ടയർ ചെയ്യണമെന്ന് പറഞ്ഞു. 2023 വരെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. 2023 വെയിറ്റ് ചെയ്തു, റിട്ടയർ ചെയ്തു. പിന്നെയും ഞാനൊരു വർഷം പോയത് ഞാൻ വലിയ ഡ്രീമറാണ്. കാരണം 15-ാം വയസ്സിൽ ഒരു കോളേജ് അധ്യാപനം ഞാൻ ആഗ്രഹിച്ചു. കോളേജ് അധ്യാപനായി, ഗവൺമെൻറ് കോളേജ് അധ്യാപനം ആഗ്രഹിച്ചു. പക്ഷെ കോളേജ് അധ്യാപനം പോയ സമയത്ത് ആ കോളേജ് അടുത്ത് 1000-ഓളം ഡിസേബിൾഡ് കുട്ടികളുടെ ഒരു ക്യാമ്പസ് കണ്ടു. അതിൻ്റെ ഒരു ഉത്തരവാദിത്വം ഏൽപ്പിച്ചപ്പോൾ അവിടെ ചെന്നപ്പോൾ എങ്ങനെ ഈ ബ്ലൈൻഡ്നെസ്, ഡെഫ്നെസ്, മെൻ്റൽ റിട്ടാർഡേഷൻ, ഓട്ടിസം ഉണ്ടാകുന്നു പഠിക്കാൻ വേണ്ടി 4 വർഷം കേന്ദ്ര ഗവൺമെൻറ് കോളേജിൽ പഠിക്കാൻ പോയി. ശേഷം അതിൻ്റെ സെൻട്രലേക്ക് വളരെ പെട്ടെന്ന് കേരള വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറായി പോസ്റ്റിംഗ് കിട്ടിയ സമയത്ത് പിന്നെ നാച്ചുറോപ്പതി കോളേജ്, പിന്നെ ഇവിടെ പോവുകയാണ് നാച്ചുറോപ്പതി കോളേജ് പോയി കേരളത്തിൽ കോളേജുള്ള കോളേജ് പോയി പഠിക്കാൻ പോയി. പാലക്കാടാണ്. പാലക്കാട് പോയി ചോദിക്കാൻ ഞാൻ റാങ്ക് ഹോൾഡറാണ് ഇന്ത്യയിൽ. ആ കോളേജിൻ്റെ പേര് മഹാത്മാഗാന്ധി കോളേജ്. എൻ്റെ എൻ്റെ ജീവിതത്തിൽ കുറേ ഇൻഫ്ലുവൻസർ, ഗാന്ധിജി ഇൻഫ്ലുവൻസറാണ്, റോബർട്ട് ടി ഇൻഫ്ലുവൻസറാണ്, ബെല്ലിസർ ഇൻഫ്ലുവൻസറാണ്, ഇദ്ദേഹം വലിയ ഇൻഫ്ലുവൻസറാണ്. അതുപോലെ നിശാന്ത് സാർ ഒരു വലിയ ഇൻഫ്ലുവൻസറാണ്. കുറേ പുസ്തകങ്ങൾ കോഴ്സുകളൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് ആംബെ എങ്ങനെയെങ്കിലും വിടണം. കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇൻകം കൊണ്ടും വെൽനസ് കൊണ്ടും ലോകത്തിന് നേതൃത്വം കൊടുക്കുന്ന ഏറ്റവും നമ്പർ 1 ഇൻസ്റ്റിറ്റ്യൂട്ടാണ് MI ലൈഫ് എസ്പെഷ്യലി. മക്കളൊക്കെ ഡോക്ടേഴ്സാണ്. ഞാൻ മക്കളെ MBBS പഠിപ്പിച്ചിട്ട് അവരെ വെൽനസ് ഡോക്ടറാക്കാൻ വേണ്ടി അവർ പ്രാക്ടീസ് ചെയ്തിട്ടു. കഴിഞ്ഞ് അവർ റാങ്ക് ഹോൾഡേഴ്സാണ്, നല്ല റാങ്ക് ഹോൾഡേഴ്സ്. അവരിപ്പോൾ തന്നെ ഈ പ്രോഡക്റ്റാണ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഞാൻ 25 വർഷമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് ഒരു ദിവസം പോലും ഞാൻ ബിസിനസ് മാറിയതില്ല. ആംബെ മാറി, MI ലൈഫിൽ വന്നു, കുറച്ച് നേരം ലീവ് എടുത്തു, റിട്ടയർ ചെയ്തു. വീണ്ടും ഞാൻ സജീവമായി, ഇപ്പം സജീവമായിട്ട് ചെയ്യുന്നു. ഏതാണ്ട് 7 മാസമായിട്ട് ഞാൻ ഈ ഫോണിൽ ശാന്തമായിട്ട് വന്നിരിക്കാറുണ്ട്. ആദ്യമായിട്ട് ശാന്തം. ഓക്കെ, വളരെ സജീവമായിട്ട് ചെയ്യുന്നു. താങ്ക് യു.